ചൂർണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിലിന്റെയും ലൈഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഭവന പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് നടന്ന സമരം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഭവന പദ്ധതി നടപ്പിലാക്കിയില്ലെന്ന് ആരോപിച്ചാണ് ലൈഫ് മിഷൻ ആക്ഷൻ കൗൺസിലിന്റെയും വെൽഫെയർ പാർട്ടി ചൂർണിക്കര പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം ഉൾപ്പെടുന്ന ലൈഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചൂർണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പുറമ്പോക്ക് ഭൂമികൾ ഭൂരഹിതർക്ക് ലഭ്യമാക്കുമെന്ന ഭരണസമിതിയുടെ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിനെതിരെ മുദ്രാവാക്യവും പ്ലക്കാർഡുകളും ഉയർത്തി നടന്ന സമരം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ കൺവീനർ പി നാരായണൻകുട്ടി അധ്യക്ഷനായ സമരത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി നിസാർ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ KS സുരേന്ദ്രൻ, സോമരാജൻ T, ജെയ്മി, ഉഷ മോഹനൻ, ലെറ്റി സാബു, ബിന്ദു രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. 2020 പഞ്ചായത്ത് ഇലക്ഷൻ പ്രകടന പത്രികയിലെ ഭൂരഹിതർക്ക് പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി ഭവന പദ്ധതി നടപ്പിലാക്കും എന്ന വാഗ്ദാനമാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കടലാസിൽ മാത്രം ചുരുങ്ങിയത് എന്ന് സമരക്കാർ ആരോപിച്ചു. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള പൗരന്റെ അവകാശം, ആ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള പൗരന്റെ അവകാശ പ്രകാരം സർക്കാർ ഭൂമി നൽകേണ്ടത് നമ്മൾ ജനിച്ച മണ്ണിലാണ്. നിങ്ങൾ ജീവിക്കുന്ന ചൂർണിക്കര പഞ്ചായത്തിൽ ഭൂമി ഉണ്ടെങ്കിൽ അതിന് മുൻഗണന നൽകിക്കൊണ്ട് ആ ഭൂമിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഭൂസമര പോരാളികളായ നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് 5 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഭൂമിക്ക് വേണ്ടി മാത്രമല്ല, ഭരണഘടനാപരമായി ഈ രാജ്യത്തെ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകേണ്ട ഉത്തരവാദിത്വം അധികാരികൾക്കുണ്ട് എന്നും നിയമപരമായി അത് ജനിച്ച മണ്ണിൽ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ നൽകാൻ ഇവർക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.